ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കോർഫക്കാനിലുള്ള ഷീസ് പാർക്കിലാണ്. അപ്പോൾ ഞങ്ങളിത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. മറിഞ്ഞു വീണാലോ മോള്, ഇവിടെ നിന്ന് കാണാമല്ലോ മോക്ക്. നല്ല തണുപ്പിൻ്റെ നല്ല സുഖമുണ്ട്, നല്ല സുഖമുള്ളൊരു തണുപ്പ്. ചൂടത്ത് ഇങ്ങോട്ട് വന്നിട്ട് അതാ ഇഷാനിക്ക് അപ്പുറത്തെത്താൻ പറ്റിയത് വഴി ഇഷാനി ശ്രദ്ധിക്കണം. വാട്ടർഫോൾ ആണ് ഓസിട്ടേക്കുന്നയാ, ആർട്ടിഫിഷ്യലാ. നല്ല ഭംഗിയുണ്ടില്ല. ആ, ഓസിട്ടേക്കുന്നത് മഴയില്ലാത്ത നാടാണ്. ഓ ഇഷാനി, അതുവഴി മോളങ്ങ് ഇറങ്ങി അപ്പുറത്ത് പോവും. ഇങ്ങപ്പാ, നമുക്ക് അങ്ങോട്ട് പാഞ്ഞിപ്പാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയത്. പറ്റും പറ്റും. ഇത് താഴോട്ടുള്ള വഴിയാണെന്നറിയാതെ ആത്മാർത്ഥമായിട്ട് പാപ്പയും അമ്മയും ലാസ്റ്റ് അപ്പോൾ അതുവഴി ഒന്ന് കറങ്ങി വരുന്നത് നമ്മുടെ താഴെ കൂടെ. ഇച്ച മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? ആ, പാർക്കിൽ ആരോടെ വരാനല്ലയോ. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ചുറ്റിനും മലനിരകളും നല്ല കാറ്റും ഉണ്ട് കേട്ടോ എപ്പോഴും. ഓടരുത്, രണ്ടുപേരും ഓടരുത്. ഇപ്പൊ ഇഷാനി എങ്ങനെ വിടമ്മേ? പാർക്ക് താഴെ ആകുമ്പോൾ അതിന് കറങ്ങി ചെന്ന് വരാം. താഴെയായിട്ട് ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ ഉണ്ട് കേട്ടോ. താഴെ പോയിട്ട് ഇങ്ങോട്ട് വരാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റിലോട്ട് കയറണ്ടല്ലേ. താഴെ ഇവരോട്ട് കിടന്ന് കളിച്ച് കുഴഞ്ഞിട്ട് വന്നാൽ പിന്നെ അത് പറ്റത്തില്ലോ എന്ന് കരുതി ഞങ്ങൾ ഫസ്റ്റ് ഇതിന്റെ മുകളിലോട്ട് പോവാണ് ചെയ്തത്. പാൻറിട്ട ധൈര്യത്തില്ല കേട്ടോ, വീണാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നടക്കും. അങ്ങോട്ടല്ലോ, ഇടോ പൈസാനിയാ എടുക്കാം. മമ്മി എടുക്കാം, വാ മമ്മി എടുക്കാം. ഈ വെള്ളം കുപ്പിയൊന്ന് പിടിച്ചാൽ മതി, കർച്ചീഫോ. ഇവ അവിടെ നിക്ക്. വാ. എന്തുവാ വല്യമ്മ പറയുന്നേക്ക്? 2-3 തട്ടായിട്ടാണ് കേട്ടോ ഇത് കിടക്കുന്നത്. ഓരോ തട്ടിൽ കയറുമ്പോഴും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം സ്പേസുകളൊക്കെ ഉണ്ട് കേട്ടോ. മലയിൽ കൂടി തന്നെയാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നമുക്ക് ഈ മലയുടെ ഭംഗി വ്യത്യസ്തമായിട്ട് കാണാം കേട്ടോ. പിന്നെ ഇടവിട്ടായിട്ട് ഓരോരുത്തായിട്ട് ഇതുകൂടെ സീറ്റിംഗ് പ്ലേസ് ഉണ്ട് കേട്ടോ. പക്ഷെ തെന്നി ഓടത്തില്ല, സംഭവം പരിക്കനടിച്ചിരിക്കുക അവര്.
എന്താ പറ്റി? ഓഹോ, ഇശാനി മോളെ നേരത്തെ വീണേല്ലേ, അപ്പൊ അവന്റെ കൈപ്പിടി. ആരെയും കൈ പിടിക്കുന്നില്ല, ഒരു വട്ടം വീണതും പോരാ. അമ്മയുടെ കൈ പിടിക്കോ? വാ, തിരിച്ചിങ്ങ് വന്നമ്മോ. അച്ചമ്മ മതിയുണ്ട്. ആദ്യം മുകളിലോട്ട് കയറാൻ പോകുന്നു. നമ്മളും കേറുവാ. പപ്പായി കേറാൻ പറ്റുമോ? ആ കേറാം. പപ്പായ്ക്ക് പറ്റത്തില്ല, അവിടെ വരെ കേറ്റണ്ട. പപ്പാ കസേര ഇരുന്നോ, കേറാൻ പറ്റത്തില്ല. പപ്പ പറ്റത്തില്ല, പപ്പ കേറി വരുമോ? വാ തൊട്ടു, അമ്മി എടുക്കാം. അവിടെ ഇരിക്കും. ആ ഊഞ്ഞാലൊക്കെ നമ്മൾ തിരിച്ചു ചെല്ലുമ്പോ പപ്പ വരുന്നു. ഇനിയുണ്ടോ ഒരുപാട്? ഓഹോ, ഇശാനി എടുത്തോണ്ട് പോയെങ്കിൽ നല്ല ചേരായിരിക്കും. ഇവിടെ നിന്ന് അവിടെ വരെ നടക്കാം. സ്റ്റെപ്പ് കയറുമ്പോ അമ്മ എടുക്കാം. കൈ പിടിച്ചോടാ. അയ്യോ, കാറ്റോ? അടുത്ത വഴിയായിരിക്കും അല്ലേ? ആ JCB. ഇവിടാണ് ടോപ്പ്. അതിന് മേലോട്ടില്ലല്ലോ. അയ്യ, അതുകൊണ്ടാ. ആ, എടുത്തോണ്ട് നടക്കുന്നവരല്ലേ, കുഴപ്പമില്ല. ഈശാന്യാണ് എടുത്തോണ്ടാ കയറുന്നത്. ഈശാനിക്ക് സ്റ്റെപ്പ് വരാൻ പറ്റത്തില്ല. നടന്നു, എനിക്ക് കുഴപ്പമില്ല. അയ്യോ, മോളെ പറത്തിയോണ്ട് എനിക്ക് അണപ്പ് മാത്രമല്ല. ആ ശരിയാ, കേറിക്കോ. ഇനി റെസ്റ്റ്. ഇവിടെ വെഞ്ചൊന്നും ഇല്ലയോ? ടോപ്പിലെത്തിയപ്പോ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. കൊച്ചുങ്ങളൊക്കെ എടുത്തുകൊണ്ട് കയറുന്നോണ്ടാണ് കേട്ടോ ഇത്രയും ബുദ്ധിമുട്ട്. അല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറുവാണെങ്കിൽ കുഴപ്പമില്ല. പപ്പായ അമ്മേന്റെ പയ്യെ നടന്ന് കയറി വരുന്നുണ്ട്. ഇന്നത്തെ കാലുവേദനയുള്ളേ. ഇവമോള് കയറുന്ന തന്നെ ഭാഗ്യം. ഇല്ല എന്തോ ഇതേനെ ഈ വേന എടുത്തോണ്ട് കയറേണ്ടി വന്നേനെ. ആ മുകളിലോട്ട് സ്റ്റെപ്പിലിടാം. അവിടം വരെ ഉള്ളു ലാസ്റ്റ്. ആ അവിടം വരെ ഉള്ളു. മതി, അവിടം വരെ മതി. കാലം വിടിടാ, ഇത്ര സ്ഥലം കിടക്കുന്നേ. ഓക്കെ, ഇത് ഏറ്റവും ടോപ്പിലായിട്ട് ദേ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും മലയാണ് ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തേക്കുന്നത്. ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ.
ഇവാനിമോളെയും ഷാനിമോളെയും കൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ടോപ്പിലെത്താൻ പറ്റുമെന്ന് സത്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും നടന്ന് കയറി വന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ. ഇതുവരെ നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തവർ ഇവിടെ UAE ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ വരണം കേട്ടോ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു പാർക്കാണിത്. Beautiful. ഹായ്. അങ്ങനെ ഞങ്ങൾ ടോപ്പ് വ്യൂ ഒക്കെ കണ്ടിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. ഇനി താഴെ പ്ലേയിങ് ഏരിയ ഉണ്ട്. പിള്ളേർ രണ്ടുപേരും ഇത്രയും നേരം അടങ്ങി ഒതുങ്ങി വന്നത് തന്നെ ആ ഒരു പ്ലേയിങ് ഏരിയ പോകുന്ന കാര്യം ഓർത്തിട്ടാണ്. പ്ലേയിങ് ഏരിയ ഞാൻ ഷീസ് പാർക്കിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ആക്കി ഇട്ടേക്കണം കേട്ടോ. എന്നെങ്കിൽ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.